എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചതുർത്ഥ സ്കന്ധം നവമോധ്യായം 9ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ഓം സഹം വവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനീതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9ാം അധ്യായം ആരംഭിക്കുന്നു. മൈത്രേയ ഉവാച തയേവം ഉത്സന്നഭയാ ഉരുക്രമേ കൃതാവനാമ പ്രയുസ്ത്രിവിഷ്ടപം സഹസ്രശീർഷാപി തതോ ഗരുത്മതാം മധുർവനം ഭൃത്യദിദൃക്ഷയാ ഗതാം. ദേവന്മാരോട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ധ്രുവന്റെ മുമ്പിൽ ദർശനം ചെയ്തു കൊള്ളാം. ഈ ലോകത്തെ സമസ്ത വായുശക്തികളെയും ഈ ധ്രുവകുമാരൻ അടക്കിയിരിക്കുന്നത് കൊണ്ട് ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനാവുന്നില്ല. പ്രാണനിരോധം എന്ന് പറയുന്ന തപസ്സിന്റെ ഒരു ദുർഘടമായ ചര്യയാണ് ധ്രുവൻ പിന്നിട്ടത്. അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ, പൊയ്ക്കോളൂ, ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചയച്ചു. അത്ത ഏവം, അവരെ ഇങ്ങനെ ഉത്സന്നഭയാഹ, ഭയം നശിച്ചവരായിട്ട്, ഉത്സന്നം നാശിതം നത്ത്, ഉത്സന്നഭയാഹ, ഭയം നശിച്ചവരായിട്ട്, ഉരുക്രമേ ഭഗവാനിൽ, ഉരുക്രമൻ ഭഗവാൻ, ഉരുക്രമേ ഭഗവാനിൽ കൃതാവനാമാഹ, നമസ്കാരം ചെയ്തുകൊണ്ട്, അവനമനം ചെയ്തുകൊണ്ട്, കൃതാവനാമാഹ പ്രയയുഹു, എത്തിച്ചേർന്നു. ത്രിവിഷ്ടപം, 3ാമത്തെ ലോകം, സ്വർഗം. ആ ദേവന്മാർ ഇങ്ങനെ ഭയം നശിച്ചവരായിട്ട് ഭഗവാനിൽ ഒരിക്കൽ കൂടി നമസ്കരിച്ചിട്ട് ത്രിവിഷ്ടപത്തിലേക്ക് എത്തി. സഹസ്രശീർഷാപി തതോ ഗരുത്മതാം, സഹസ്രശീർഷാപി, 1000 ശിരസ്സോടു കൂടിയവനായ ഭഗവാനും, തതോ അനന്തരം, ഗരുത്മത, ഗരുഡന്റെ പുറത്ത്, മധോർവനം, മധുവനത്തിലേക്ക്, ഭൃത്യദിദൃക്ഷയാഗത, തന്റെ ഏറ്റവും വലിയ ഭക്തപ്രിയനായ ഭൃത്യനെ കാണാനുള്ള ആഗ്രഹത്തോടെ, ദിദൃക്ഷയ, കാണാനുള്ള ആഗ്രഹത്തോടെ, ഗതഃ, എത്തിച്ചത്. ദിദൃക്ഷയ ആഗതഃ, എത്തിച്ചത്. ആ ദേവന്മാരെ സ്വർഗലോകത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ 1000 ശിരസ്സോടു കൂടിയവനായ ബ്രഹ്മസ്വരൂപനായ, വിരാട് സ്വരൂപനായ ഭഗവാൻ ഗരുഡന്റെ പുറത്തേറി ഭൃത്യനെ കാണാൻ ആഗ്രഹിച്ച് മധുവനത്തിലേക്ക് പോയി. തയേവമുത്സന്നഭയാ ഉരുക്രമേ കൃതാവനാമാ പ്രയുസ്ത്രിവിഷ്ടപം സഹസ്രശീർഷാപി തതോ ഗരുത്മതാ മധോർവനം ഭൃത്യദീർക്ഷയാഗതാം. ഏവം ഉത്സന്നഭയാഃ തേ ഉരുക്രമേ കൃതാവനാമാഃ ത്രിവിഷ്ടപം പ്രയുഃ സഹസ്രശീർഷാപി തതഃ ഗരുത്മതാ മധോഹ വനം ഭൃത്യദിദൃക്ഷയ ആഗതഃ.
त एवमुत्सन्नभया उरुक्रमे कृतावदामाप्रयुस्त्रिविष्टपम् सहस्रशीर्षापि ततो गुरुत्मदामथोर्वनं भृत्यदिदक्षया त एवमुत्सन्नभया उरुक्रमे कृतावदामाप्रयुस्त्रिविष्टपम् सहस्रशीर्षापि ततो गुरुत्मदामथोर्वनं भृत्यदिदक्षया स्ववैधियां योगविपाकतीव्रयां हृत्पद्मकोशे स्फुरितं तडित्प्रभं तिरोहितं सहसैवोपलक्ष्य ബഹുസ്ഥിതം തദവസ്ഥം ദദർശാം. വൈ ആ ധ്രുവനാകട്ടെ ധിയാ ബുദ്ധി കൊണ്ട് യോഗ വിപാക തീവ്രയാധിയ യോഗത്തിൻ്റെ വിപാകം പാകപ്പെടൽ യോഗചര്യ പാകപ്പെട്ടതുകൊണ്ട് അതിൻ്റെ തീവ്രമായ ബുദ്ധിയോടുകൂടിയവനായിട്ട് പ്രാണായാമാദികളായ യോഗങ്ങളിലെ അഭ്യാസബലം കൊണ്ട് യോഗ വിപാക തീവ്രയ അങ്ങനെയുള്ള നിശ്ചലമായ ബുദ്ധി കൊണ്ട് ഹൃത് പത്മകോശേ ഹൃദയകമലത്തിൽ ഹൃത് പത്മകോശം താമര മുട്ടിൽ താമരപ്പൂവിൽ ഹൃദയമാകുന്ന താമരപ്പൂവിൽ സ്ഫുരിതം അങ്ങനെ സ്ഫുരിച്ച് സ്ഫുരിച്ച് പ്രേഷ മിന്നി തെളിഞ്ഞു വന്ന തടിപ്രഭം മിന്നൽ പോലെ ശോഭയുള്ള തടിത്ത് മിന്നൽ തടിപ്രഭം മിന്നൽ പോലെ ശോഭയുള്ള ആ ഭഗവത് സ്വരൂപത്തെയാണ് തൻ്റെ ഉള്ളിൽ ധ്രുവൻ അങ്ങനെ സാക്ഷാത്കരിച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാണാൻ തനിക്ക് കഴിഞ്ഞത് പ്രാണായാമാദികളുടെ അഭ്യാസബലം കൊണ്ട് ബുദ്ധി നിശ്ചലമായപ്പോൾ തൻ്റെ ഹൃദയകമലത്തിൽ ഒരു മിന്നൽ പിണർ പോലെ ഭഗവത് സ്വരൂപത്തെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തിരോഹിതം സഹസൈവോപലക്ഷ പെട്ടെന്ന് നോക്കിയപ്പോൾ കാണാനില്ല. അങ്ങനെ തൻ്റെ ഉള്ളിൽ ബുദ്ധി കൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കുന്ന സ്വരൂപത്തെ കാണാനില്ല, ശൂന്യായി. തിരോഹിതം മറഞ്ഞു. സഹസായേവ ഉപലക്ഷ്യ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ തൻ്റെ ഉള്ളിൽ കണ്ടതുപോലെ മിന്നൽ പിണർ പോലെ ഇതാ മുമ്പിൽ നിൽക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി. കാരണം ഉള്ളിൽ ആളിനെ കാണാനില്ല, കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് ഉള്ളിലൊന്നുമില്ല, ശൂന്യമായി. പേടിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇതാ തൻ്റെ കൺമുമ്പിൽ ഗരുഡാരൂഢനായിട്ട് പീതവസ്ത്രധാരിയായി മിന്നൽ പിണർ പോലെ ഒരു സ്ഫുരിച്ചു വരുന്ന ചൈതന്യത്തെ ദദർശ കണ്ടു. തത് അവസ്ഥ ഏതവസ്ഥ? ഉള്ളിൽ കണ്ടാതെ അവസ്ഥയിൽ കണ്ടു. പവൈധിയായോഗ വിപാകതീവ്രയാഹൃത് പത്മകോശേ സ്ഫുരിതം തടിത്പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശാം. യോഗവിപാക തീവ്രയാ ധിയാ വൈ തടിത്പ്രഭം ഹൃത്പത്മകോശേ സ്ഫുരിതം തിരോഹിതം സഹസായേവ ഉപലക്ഷ്യ തദവസ്ഥം ബഹിസ്ഥിതം ദദർശ. പവൈധിയായോഗ വിപാക തീവ്രയാം ഹൃത്പത്മകോശേ സ്ഫുരിതം തടിത്പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശാം. സ്വവൈധിയായോഗ വിപാക തീവ്രയാം ഹൃത്പത്മകോശേ സ്ഫുരിതം തടിത്പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശാം. തദ്ദർശനേനാഗതഭക്തഭക്ഷിതൗ അവന്തതാംഗം വിനമയ്യ ദണ്ഡവത് ദൃഗ്ഭ്യാം പ്രപശ്യൻ പ്രബിബന്യവാഭകശ്ചുംബന്യവാഫ്യേന ഭുജൈരിവാശ്രുഷൻ. തദ്ദർശനേന ആ സ്വരൂപത്തെ കണ്ടതുകൊണ്ട് പാർത്ഥസഹ സംഭ്രമത്തോടുകൂടി ക്ഷിതവും അവന്തത ഭൂമിയിൽ നമസ്കരിച്ചു. ക്ഷിതാവന്തത അംഗം വിനമയ്യ ശരീരത്തെ കുനിച്ചിട്ട്
അംഗത്തെ വിനമയ്യ കുനിച്ചിട്ട് ദണ്ഡവത് അവന്ത ദണ്ഡം പോലെ ഒരു കമ്പ് പോലെ താഴെ വീണ് ഭഗവത് സ്വരൂപത്തെ വന്ദിച്ചു. അവന്തത തദ്ദർശനേന ആഗതഫത്വഫഃ ക്ഷിതൗ അവന്തത അംഗം വിനമയ്യ ദണ്ഡവത്. ആ ദർശനം കൊണ്ട് ഫാത്വഫനായി സംഭ്രമത്തോടു കൂടിയവനായിട്ട് ക്ഷിതൗ അവന്തത ഭൂമിയിൽ വന്ദിച്ചു. എങ്ങനെ? അംഗം വിനമയ്യ ശരീരത്തെ വളച്ച് താഴേക്ക് വീഴ്ചു. ദണ്ഡവത് ഒരു കമ്പ് പോലെ. എന്നിട്ട് വന്ദിച്ചു. ദൃഗ്ഭ്യാം പ്രപശ്യൻ രണ്ട് കണ്ണുകളെ കൊണ്ട് അങ്ങനെ നോക്കിക്കണ്ട് പ്രവിപന്നിവ കുടിക്കുന്നവനെ പോലെ. കണ്ണുകൊണ്ട് കുടിക്കാതെ ആസ്വദിക്കാത്ത ഭഗഃ ആ ബാലൻ ചുംബന്യവാഫ്യേന മുഖം കൊണ്ട് ചുംബിക്കാൻ വരുന്നത് പോലെ. ഭുജൈരിവ ആശിഷൻ രണ്ട് കൈയും മുമ്പോട്ട് വന്ന് ആശേഷിക്കുകയാണ്, ആലിംഗനം ചെയ്യാൻ വരുന്നത് പോലെ അർഭകഃ ബാലൻ കാണപ്പെട്ടു ഭഗവത് സ്വരൂപത്തെ. ഇങ്ങനെ താഴെ വീണ് കിടക്കുമ്പോൾ ദണ്ഡം പോലെ ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. നേത്രം കൊണ്ട് ആ സ്വരൂപത്തെ പാനം ചെയ്യുകയാണോ, മുഖം കൊണ്ട് ചുംബിക്കുകയാണോ, കൈകൊണ്ട് ആലിംഗനം ചെയ്യുകയാണോ എന്ന് തോന്നുമാറ് ഭഗവാന്റെ രൂപത്തെ സംഭ്രമത്തോടുകൂടി നോക്കി വന്ദിച്ചു ആ ബാലൻ. തദ്ദർശനേനാഗത ഫത്വഭക്ഷിതൗ അവന്തതാംഗം വിനമയ്യ ദണ്ഡവത് ദൃഗ്ഭ്യം പ്രപശ്യൻ പ്രഭിവന്യവ ഭഗഃ ചുംബന്യവാഫ്യേന ഭുജൈരിവാശ്രഷൻ. തദ്ദർശനേന ആഗതഫത്വഭഃ ക്ഷിതൗ അംഗം ദണ്ഡവത് വിനമയ്യ അവന്തത ദൃഗ്ഭ്യം പ്രഭിവന്യവ പ്രപശ്യൻ ആഫ്യേന ചുംബൻ ഭുജൈഹി ആശിഷൻ ഇവ അർഭകഃ. തദ്ദർശനേനാഗതഫത്വഭക്ഷിതാവവന്തതംഗം വിനമയ്യ ദണ്ഡവത് ദഗ്ഭ്യം പ്രപശ്യൻ പ്രഭിവന്യവർഭകശ്ചുംബന്യവാഫ്യേന ഭുജൈരിവാശ്വസൻ. തദ്ദർശനേനാഗതഫത്വഭക്ഷിതൗ അവന്തതംഗം വിനമയ്യ ദണ്ഡവത് ദൃഗ്ഭ്യം പ്രപശ്യൻ പ്രഭിവന്യവർഭക ചുംബന്യവാഫ്യേന ഭുജൈരിവാശ്ലിഷൻ. പദം വിവക്ഷന്തമതദ്വിദം ഹരിം ജ്ഞാത്വാഫ്യ സർവസ്യ ച ഹൃദ്യവസ്ഥിതം കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാ പസ്പർശബാലം കൃപയാ കപോലേം. ആ ഭഗവാൻ തം അവനെ വിവക്ഷന്തം സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. വക്തും ഇച്ഛന്തം എന്തോ പറയാൻ ഇങ്ങനെ വെമ്പി വരുന്നുണ്ട്. അതാണ് വിവക്ഷന്തം. അതദ്വിതം എന്ന അതിനറിയത്തില്ല. അതദ്വിതം അതറിയാത്തവൻ. എന്തോ ഇങ്ങനെ ചുണ്ടിൽ കൂടി വാക്ക് പുറത്തേക്ക് വരണം എന്നുണ്ട്. പക്ഷെ ഏത് വാക്കാ ഉപയോഗിക്കേണ്ടത്, പറയേണ്ടത്, എങ്ങനെ സ്തുതിക്കണം ഒന്നും അറിയില്ല. അതദ്വിതം. തദ്വിതം അതറിയുന്നവൻ, അതദ്വിതം അതറിയാത്തവൻ. ജ്ഞാത്വാഫ്യ സർവസ്യ ച ഹൃദ്യവസ്ഥിതഃ. ജ്ഞാത്വാ അറിഞ്ഞിട്ട്, സർവസ്യ ച ഹൃദ്യവസ്ഥിതഃ എല്ലാത്തിൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ അതറിഞ്ഞു. കാരണം ഇങ്ങനെ തന്നെ കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് സ്തുതിക്കുക. ഹരേ കൃഷ്ണ ഭഗവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വാക്കും ഞാൻ മിണ്ടുന്നില്ല. മിണ്ടാൻ വെമ്പി വരുന്നുണ്ട്, വാക്ക് പുറത്തേക്ക് വരുന്നില്ല. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാന് ഇത് മനസ്സിലായി. ആരുടെയും ഹൃദയത്തിൽ ആരുണ്ട്? ധ്രുവന്റെയും ഹൃദയത്തിലുണ്ട്. ഇപ്പൊ പുറത്ത് നിൽക്കുന്നെങ്കിലും അകത്തുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഇത് മനസ്സിലായിട്ട് ജ്ഞാത്വ അറിഞ്ഞിട്ട് കൃതാഞ്ജലിം
കൈകൂപ്പി നിൽക്കുന്ന അവനോട് ബ്രഹ്മമയേന കമ്പൂനാം, ബ്രഹ്മമയമായ കമ്പുകൊണ്ട്. ക്ലാസ്സിലാണല്ലോ ഭാഗവതത്തിന്റെ 10ാം പേര്. അന്നേരം വിളിച്ചാൽ മതിയോ? ഭാഗവതത്തിന്റെ ക്ലാസ്സിലാണ്. ആ, ബ്രഹ്മമയേന കമ്പുന. ബ്രഹ്മം വേദമാണ്. ബ്രഹ്മമയം വേദസ്വരൂപമായ കമ്പുന, കമ്പു ശംഖ്, കമ്പുന ശംഖു കൊണ്ട് അസ്പർശ, ഒന്ന് സ്പർശിച്ചു. തന്റെ കയ്യിലിരുന്ന് ശംഖിന്റെ അറ്റം കൊണ്ട് ബാലം, ആ കുട്ടിയെ കൃപയാ, കാരുണ്യത്തോടെ, കപോലേ സ്പർശ, ആ കവിൾത്തളത്തിലേക്ക് ശംഖിന്റെ അറ്റം വെച്ചൊന്ന് തൊട്ടു. അത്രമാത്രം ചെയ്യാൻ വാക്കുകൾ അനിർഗളമായി ഒഴുകാൻ തുടങ്ങി. ഉള്ളിൽ തളഞ്ഞിരുന്ന വാക്കാണ്. ശംഖ് ശബ്ദമയമാണ്. ചക്രവും ഗദയും പത്മമൊന്നും ഇവിടെ പറ്റത്തില്ല. ഇവിടെ ശംഖേ പറ്റത്തുള്ളൂ. കാരണം ശംഖ് വേദസ്വരൂപമാണ്, ശബ്ദമയമാണ്. ശബ്ദമില്ലാത്ത ഒരാൾക്ക് ശബ്ദമുണ്ടാക്കാൻ ഈ ശംഖ് കൊണ്ട് തൊട്ടാൽ മതി എന്ന് ഭഗവാൻ അറിയാം. തൻ്റെ കയ്യിലിരിക്കുന്ന വേദസ്വരൂപമായ ശംഖ് കൊണ്ട് കപോലേ കൃപയാ ബാലം സ്പർശ, ആ കപോലത്തിൽ, കവിൾത്തളത്തിൽ കാരുണ്യം കൊണ്ട് ആ ബാലന്റെ കവിൾത്തളത്തിൽ സ്പർശിച്ചു, ഒന്ന് തൊട്ടു. പതം വിവക്ഷന്തമതദ്വിതം ഹരിം ജ്ഞാത്വാഫ്യു സർവഫ്യുജ ഹൃദ്യവസ്ഥിതാം കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാപസ്പർശബാലം കൃപയാ കപോലേൻ. അഫ്യു സർവഫ്യു ച ഹൃദയ അവസ്ഥിതഃ ഹരി തം വിവക്ഷന്തം അതദ്വിതം ജ്ഞാത്വാ ബ്രഹ്മമയേന കമ്പുനാ കൃതാഞ്ജലിം ബാലം കപോലേ കൃപയാ പസ്പർശ. പതം വിവക്ഷന്തമതദ്വിതം ഹരിം ജ്ഞാത്വാഫ്യു സർവഫ്യു ച ഹൃദ്യവസ്ഥിതാം കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാ പസ്പർശബാലം കൃപയാ കപോലേൻ. പദം വിവക്ഷന്തമതദ്വിതം ഹരിം ജ്ഞാത്വാഫ്യു സർവഫ്യു ച ഹൃദ്യവസ്ഥിതാം കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാപസ്പർശബാലം കൃപയാ കപോലേൻ. സ്വവൈതദൈവ പ്രതിപാദിതാം ഗിരം ദേവീം പരിജ്ഞാത പരാത്മനിർണയാം തം ഭക്തിഭാവോം അഭ്യഗണാദസത്വരം പരിശ്രുതോരുശ്രവസം ധ്രുവക്ഷിതീം. വൈ അവനാകട്ടെ, തദൈവ അപ്പോൾ തന്നെ, പ്രതിപാദിതാം ഇരം സ്വാധീനമായി തീർന്നിരിക്കുന്ന വാക്കിന്, ദൈവീം ഗിരം ദേവനെ സംബന്ധിച്ച വാക്കിന്, പരിജ്ഞാത പരാത്മനിർണയ വേണ്ടതുപോലെ അറിയപ്പെട്ട ആ പരമാത്മസ്വരൂപത്തോടു കൂടിയവനായിട്ട്, ബ്രഹ്മത്തെ ശരിക്ക് കണ്ടറിഞ്ഞവനാണ്. പരിജ്ഞാതനായി ഈ പരമാത്മസ്വരൂപത്തെ നിർണയം ചെയ്തവനായ അവൻ തം, ആ ഭഗവാനെ, ഭക്തിഭാവത്തോടെ അഭ്യഗൃണാത് സ്തുതിച്ചു. അസത്വരം പെട്ടെന്ന്, സത്വരം പെട്ടെന്ന്, അസത്വരം പെട്ടെന്നല്ലാതെ വെച്ചാൽ സാവധാനം സ്തുതിച്ചു. പരിശ്രുതോരു ശ്രവസം, പരിശ്രുതനായ ഉരുശ്രവസനായ ഭഗവാനെ, വൃത്തികെട്ടവനായ ഭഗവാനെ, ധ്രുവക്ഷിതി, ധ്രുവം എന്നുള്ള വാസസ്ഥാനത്തോടു കൂടിയവനായിട്ട്, ധ്രുവസ്ഥിതി. ഇപ്പം ധ്രുവൻ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിന് ധ്രുവക്ഷിതി എന്നൊരു പേരും കിട്ടുക. ആ ധ്രുവക്ഷിതിയിൽ നിന്നുകൊണ്ട്
അനങ്ങാതെ അവിടെ നിന്ന് ഇളകി മാറാതെ ഭഗവത് സ്വരൂപത്തെ സ്തുതിക്കാൻ തുടങ്ങി. ശബ്ദത്തിന് 4 പ്രവൃത്തികളാണ്: പരാ, പശ്യന്തി, മധ്യമ, വൈഖരിയും. അതിലെ പര എന്ന് പറയുന്നത് നമ്മുടെ നാഭിസ്ഥാനത്തിൻ്റെ താഴെ 2 നാഡികൾ തമ്മിൽ പതുക്കെ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദധ്വനിയാണ്. അതാണ് പര. അത് സൂക്ഷ്മമാണ്, കാണാൻ പറ്റില്ല. അടുത്ത് കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ പശ്യന്തി, കാണപ്പെടും. ആ ശബ്ദത്തെ ആദ്യം തിരിച്ചറിയുന്നത് യോഗികളാണ്. യോഗികൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റൂ, നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞ് തൊണ്ടയ്ക്ക് താഴെ വരുമ്പോൾ മധ്യമ എന്നതിന് പേര്. തൊണ്ടയുടെ താഴെ എത്തിയപ്പോഴേക്കും പുറത്തേക്ക് വരില്ല. അത് ഈ സംഗീതക്കാരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മധ്യമാശ്രുതി എന്നുള്ള മട്ടിലെ ഏറ്റവും താഴ്ന്ന ശ്രുതി, നമുക്കാർക്കും കേൾക്കാൻ മേലാത്ത മട്ടിൽ അവർക്ക് മാത്രം കേൾക്കുന്ന മട്ടിൽ ഈ ശ്രുതി എടുക്കും. അത് മധ്യമയാണ്. പിന്നെ എന്താണ്, തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരുന്നതിൻ്റെ പേരാണ് വൈഖരി. ഭഗവാന്റെ ധ്രുവന്റെ ഈ ശബ്ദ വ്യാപാര മേഖല പരയിൽ നിന്നും പശ്യന്തിയിൽ നിന്നും മധ്യമയിലേക്ക് നിൽക്കുകയാണ്, പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് ഭഗവാൻ ശംഖ് കൊണ്ട് ഈ കവിളത്തൊന്ന് തൊട്ട്, അപ്പോൾ വൈഖരി പ്രവർത്തിച്ച് പുറത്തേക്ക് ചാടി. ഇങ്ങനെയാണ് ധ്രുവൻ സ്തുതിക്കാൻ തുടങ്ങിയത്. വൈഖരി ശബ്ദത്തെയാണ് ഭഗവാൻ പുറത്തേക്ക് കൊണ്ടുവന്നത്, ബാക്കി ഉള്ളിലുണ്ടായിരുന്നു. അതിന് തൻ്റെ ശംഖാണ് ആവശ്യം എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവീം ഗിരം, ദേവനാൽ നൽകപ്പെട്ട വാക്കിനെ ഭഗവാനാണ് ഇവിടെ സ്തുതിക്കാനുള്ള ശബ്ദം കൊടുത്തത്. അപ്പം തന്നെ തനിക്ക് സ്വാധീനമായിരിക്കുന്ന വാക്ക് പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. ദൈവീം ഗിരം, ദൈവസംബന്ധിയായ ഈശ്വരസംബന്ധമായ ആ വാക്കിനെ പരിജ്ഞാത പരാത്മനിർണയനായ ആ ധ്രുവൻ ഭക്തിഭാവത്തോടുകൂടി പതുക്കെ പതുക്കെ ചാടി പുറപ്പെട്ട വാക്കെല്ലാം കൂടെ വന്നില്ല, ഓരോ വാക്കുകൾ അടുക്കനുസരിച്ച് വന്ന് ആ ഭഗവത് സ്വരൂപത്തെ അവിടെ നിന്നുകൊണ്ട് ഒരു ചുവട് പോലും മുമ്പോട്ട് വെച്ചില്ല, ആ ധ്രുവക്ഷിയിൽ നിന്നുകൊണ്ട് തന്നെ ആ ധ്രുവൻ സ്തുതിക്കാൻ ആരംഭിച്ചു. സ്വവൈതദൈവ പ്രതിപാദിതം ഗിരം ദൈവീം പരിജ്ഞാത പരാത്മനിർണയാം തം ഭക്തിഭാവോഭ്യഗൃണാദ സത്വരം പരിശ്രുതോരുശ്രവസം ധ്രുവക്ഷിതീം തദാ എവ പ്രതിപാദിതാം ദൈവീം ഗിരം പ്രതിപദ്യ പരിജ്ഞാത പരാത്മനിർണയഃ ഭക്തിഭാവഃ ധ്രുവക്ഷിതിഃ സ്വഃ പരിശ്രുതോരുശ്രവസം തം അസത്വരം അഭ്യഗൃണാത്. സ്വവൈ തദൈവ പ്രതിപാദിതം ഗിരം ദൈവീം പരിജ്ഞാത പരാത്മനിർണയാം തം ഭക്തിഭാവോഭ്യഗൃണാദ സത്വരം പരിശ്രുതോരുശ്രവസം ധ്രുവക്ഷിതീം. സ്വവൈ തദൈവ പ്രതിപാദിതം ഗിരം ദൈവീം പരിജ്ഞാത പരാത്മനിർണയാം തം ഭക്തിഭാവോഭ്യഗൃണാദ് അസത്വരം. അങ്ങനെ വായിക്കണം. ഭക്തിഭാവോഭ്യഗൃണാദ സത്വരം. ഭക്തിഭാവോ അഭ്യഗൃണാത് അസത്വരം. സത്വരം എന്ന് വരരുത്, അസത്വരം എന്ന് പറഞ്ഞു. അപ്പം ആ വാക്കൊന്ന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം. തം ഭക്തിഭാവോഭ്യഗൃണാദ സത്വരം പരിശ്രുതോരുശ്രവസം ധ്രുവക്ഷിതീം. സ്വവൈ തദൈവ പ്രതിപാദിതം ഗിരം ദൈവീം പരിജ്ഞാത പരാത്മനിർണയാം തം ഭക്തിഭാവഭ്യഗൃണാദ സത്വരം പരിശ്രുതോരുശ്രവസം ധ്രുവക്ഷിതീം. 6-ാമത്തെ ശ്ലോകം മുതൽ ധ്രുവന്റെ സ്തുതിയാണ്. 10-18 ശ്ലോകത്തിൽ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനവും പ്രസിദ്ധവുമായ ഒരു സ്തുതിയാണ്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഭഗവാനെ സ്തുതിക്കാൻ പറ്റും, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് കാണിക്കുന്ന സ്തുതി ആരംഭിക്കുകയാണ്. ഇതിലെ ആദ്യത്തെ ശ്ലോകം എല്ലാവർക്കും സ്ഥിരമായും ചൊല്ലിയും കേട്ടും നല്ല പരിചയമുള്ള ഒരു ശ്ലോകമാണ്. അപരിചിതം അല്ല ഇത്. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം
അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോ യാതൊരുവനാണോ അന്തഃപ്രവിശ്യ ഉള്ളിൽ പ്രവേശിച്ചിട്ട് മമ എൻ്റെ യാതൊരുവനാണോ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഇമാം പ്രസുപ്താം വാചം ഈ ഉറങ്ങിക്കിടന്ന വാക്കിനെ, പ്രസുപ്തം ഉറങ്ങിക്കിടന്ന, ഇമാം വാചം ഈ വാക്കിന്, എൻ്റെ ഉള്ളിൽ വാക്കുണ്ട് പക്ഷെ ഉറങ്ങിക്കിടക്കുക, ഉണർന്നു വന്നെങ്കിലല്ലേ പുറത്തേക്ക് വരുള്ളൂ. യാതൊരു ഭഗവാനാണോ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്ന എൻ്റെ ഈ വാക്കിനെ സഞ്ജീവയതി ജീവിപ്പിച്ച് അഖില ശക്തിധര എല്ലാ ശക്തിയും ധരിക്കുന്നവനാണ് ഭഗവാൻ എന്നിപ്പോൾ എനിക്ക് ബോധ്യമായി. ഒരു ശക്തി മാത്രമല്ല, ദാഹത്തെ ശമിപ്പിക്കും, വിശപ്പിനെ ശമിപ്പിക്കും, വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റില്ല അത് ശമിപ്പിക്കും, ശ്വാസത്തെ ഒരു തടസ്സവും കൂടാതെ ഉദ്ഗതി ഉണ്ടാക്കാൻ സഹായിക്കും എന്നല്ല, ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അംഗത്തെയും പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? ഭഗവാനുണ്ട്. അഖില ശക്തിധരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പാടുമില്ല, ഒരു സ്പീച്ച് തെറാപ്പി ആവശ്യമില്ല. സംസാരിക്കാൻ മേലാത്ത ഒരു കുട്ടിക്ക് ഒരു നിമിഷം കൊണ്ട് എല്ലാം ഉച്ചരിക്കാൻ പാകത്തിനാക്കി വെക്കാനുള്ള കഴിവ് ഭഗവാന്റെ ഉള്ളിലുണ്ട്. ഈ ധ്രുവനെ പോലെ എന്ത് ചെയ്താൽ മതി? 6 മാസം കൊണ്ട് തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ ഏത് മിണ്ടാത്ത കുട്ടിയും മൂകം കരോതി വാചാലം, ഏത് മൂകനെയും വാചാലനാക്കാൻ ഈ ഭഗവാന്റെ ശക്തിക്ക് കഴിയും. ഇതാണ് ധ്രുവൻ അഖില ശക്തിധരനാണ് അങ്ങ് എന്ന് പറയാൻ കാരണം. സ്വധാംന, സ്വന്തം ധാമാവ് കൊണ്ട്, സ്വന്തം ശക്തി കൊണ്ട് അഖില ശക്തിധരനായി എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ച് എൻ്റെ ഈ വാക്കിനെ സഞ്ജീവിപ്പിച്ചവനായ ഹേ ഭഗവൻ, അന്യാംശ്ച അതിനെ മാത്രമല്ല, ഹസ്തചരണ ശ്രവണത്വഗാദീൻ എൻ്റെ വാക്കിനെ മാത്രമല്ല, പിന്നെന്താണ്? എൻ്റെ കയ്യ്, എനിക്കൊന്ന് കൈകൂപ്പണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. താണു കിടക്കുന്ന കൈ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അതൊന്ന് നേരെ പിടിച്ച് കൂപ്പാൻ ആര് സഹായിച്ചു? അദ്ദേഹത്തിൻ്റെ ശക്തിയാണ്. നമുക്കും ഇതാ വേണ്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 കൈയും അനങ്ങാൻ മേല, എന്ത് ചെയ്യും? തളർന്നുപോയി. ഇവിടെ ഈ ശക്തിധരനായ ഭഗവാന്റെ ശക്തി ഉള്ളിലേക്ക് എത്തിയാൽ ആ 2 കൈയും ഒന്നിച്ചു കൂപ്പി അഞ്ജലിബദ്ധനായിട്ട് നിൽക്കാൻ പറ്റും. അന്യാംശ മറ്റത് ഹസ്ത അവല ചരണം, കാലനങ്ങുന്നില്ല. രാത്രി കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ല, നേരം വെളുത്തപ്പോൾ ഒരു കാലം അനങ്ങുന്നില്ല. അനങ്ങിയിട്ട് വേണ്ട താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആ കാല് ഭഗവത് സ്വരൂപത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ സഹായിക്കുന്നതിനുള്ള ശക്തി അങ്ങയുടെ കയ്യിലുണ്ട്. ഹസ്തചരണ ശ്രവണം, ചെവി കേൾക്കാൻ പറ്റില്ല, അതിനെ നിമിഷം കൊണ്ട് കേൾപ്പിക്കാൻ അദ്ദേഹം വിചാരിച്ച കഴിയും. ത്വക്കിന് സ്പർശസുഖമില്ല, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡോക്ടർമാർ ചോദിക്കും, ഇവിടെ കൈ തൊട്ടായിട്ട് അറിയുന്നുണ്ടോ എന്ന്. കുഴപ്പമില്ല. ഈ ഹസ്ത ചരണ ശ്രവണ ത്വഗ് ആദി എല്ലാം, ബാക്കിയെല്ലാം ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം കർമ്മേന്ദ്രിയങ്ങൾ 5ഉം പ്രവർത്തിപ്പിക്കാൻ. ഈ വാക്ക് എന്താ? കർമ്മേന്ദ്രിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വാക്ക്, കയ്യ്, കാല്, ഇത് 3ഉം കർമ്മേന്ദ്രിയങ്ങളാണ്. ഇനിയുള്ളത് 2 എണ്ണം എന്താണ്? ഒന്ന് ബുധവും ഒന്ന് ലിംഗവുമാണ്. എന്താണ്? മലശോധനയ്ക്കോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനോ ചെന്ന് നിന്ന് കുറേ നേരം പറ്റുന്നില്ല. ഞാൻ ആകുന്ന ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ആരുടെ സഹായം വേണം? ഭഗവാൻ. ആ ശക്തി സന്നിവേശിപ്പിച്ചാലേ വിസർജനം വേണ്ട ശക്തി ശരിയായിട്ട് നോക്കുള്ളൂ. നോക്കൂ, എവിടെയൊക്കെയാണ് ഈ ഭഗവാന്റെ ശക്തി നമ്മിലേക്ക് ആവേശിച്ചു വരുന്നത്? നമ്മുടെ കഴിവുകൊണ്ട് പറ്റുന്നില്ല. ഞാൻ എൻ്റെ കഴിവനുസരിച്ചൊക്കെ ശ്രമിച്ചാണ്, മൂത്രം പോകുന്നില്ല, മലവും പോകുന്നില്ല. എന്താ ചെയ്യുക? അതുകൊണ്ടാണ് അന്യത്വഗ് ആദീൻ, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും, കണ്ണ്,
മൂക്ക്, ചെവി, ത്വക്ക് ഇതിനെയൊക്കെയും പ്രവർത്തിപ്പിക്കാൻ ഉള്ള ശക്തിധരനാണ് ഭഗവാൻ. അന്യാംശഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ, അല്ല പ്രാണനെ പോലും ഇല്ലേ, ശ്വാസം വിടാൻ പറ്റുന്നില്ല. എങ്ങോട്ടാ ഓടുക? ആശുപത്രിയിൽ എന്ത് ചെയ്യും? വെന്റിലേറ്ററിലേക്ക് വിളിച്ചിട്ടു. ശ്വാസം അവിടെ ഉള്ളുന്ന ഈ ശ്വാസഗതിയെ നിയന്ത്രിക്കുന്നവനാണ് അതെ അങ്ങയുടെ ശക്തി അവിടെ ഉണ്ടെങ്കിൽ അനായാസമായിട്ടും ശ്വാസം കിട്ടും. അങ്ങനെയുള്ള പ്രാണാൻ അന്യാംശ ഹസ്ത ചരണ ശ്രവണത്വകാദീൻ പ്രാണാൻ, ഈ പ്രാണങ്ങളെയും സംജീവയതി ജീവിപ്പിക്കുന്നവനാണെന്ന്. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇത് പുരുഷൻ എന്ന് വെച്ചാൽ പുരത്തിൽ ശയിക്കുന്നവനാണ്. എന്താ പുരം എന്ന് വെച്ചാൽ ശരീരം. ഈ ശരീരത്തിൽ അന്തരാത്മസ്വരൂപേണ ശയിക്കുന്നവനായ അങ്ങയാണ് ഞാനിപ്പോൾ നമസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഉച്ചരിക്കാൻ പറ്റിയത്. വെളിയിൽ നിൽക്കുന്ന അങ്ങയല്ല, എൻ്റെ ഉള്ളിൽ അന്തരാത്മാവായിട്ട് ഓരോ അവയവങ്ങളെയും ചലിപ്പിക്കാനുള്ള പ്രേരണ തന്ന് എന്നെ ശക്തിമത്താക്കിയിരിക്കുന്ന എൻ്റെ അന്തരാത്മസ്വരൂപനായ പുരുഷനായ ഭഗവാനായ തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് നമോ ഇതാ ഞാൻ നമസ്കരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ സ്തുതിക്കാൻ ആരംഭിച്ചത്. ഇത് നിരന്തരമായും ഉച്ചരിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ ഈ 10 ഇന്ദ്രിയങ്ങളും വേണ്ട വിധം പ്രവർത്തിക്കും. ഒരു കുഴപ്പമില്ല. അതിനുള്ള ശക്തി ആര് തരും? ഈ ഭഗവാൻ തരും. ഇത് ആവശ്യപ്പെട്ടെങ്കിലേ ഉള്ളൂ. ആവശ്യപ്പെടാതെ എങ്ങനെ തരാൻ പറ്റും? ഇതൊക്കെ അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തുനിന്ന് വന്ന് ഒരാൾ നിൽപ്പുണ്ട്, എങ്ങനെ അറിയാൻ പറ്റും? അയാളൊന്ന് ബെല്ലടിക്കട്ടെ. ബെല്ലടിച്ചെങ്കിലല്ലേ ഒരാൾ നിൽപ്പുണ്ടെന്ന് അറിഞ്ഞ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അയാൾ വെറുതെ നിൽക്കുക. എന്താണ് ഈ വീട്ടിലുള്ളവർ തന്നെ അറിഞ്ഞ് വന്ന് വാതിൽ തുറക്കണം, നടക്കുമോ? ഇതുപോലെയാണ്. എന്താണ് ഇത്? ഭഗവാൻ ഒന്ന് അറിയിക്കണം നമ്മൾ. അതിനാണ് സ്തുതിക്കാൻ പറയാം. ഇത് കേൾക്കുമ്പോൾ ഭഗവാൻ ഓടിയെത്തി എല്ലാ ഇന്ദ്രിയങ്ങളും ശക്തി ഉണ്ടാക്കി തീർക്കും. ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ ചൈതന്യധന്യമായ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കുഞ്ഞുകുട്ടിയാണ് നമ്മളോട് പറഞ്ഞത്. കൈയും കാലും അനക്കാതെ വന്നാൽ വൈദ്യനെ കാണണമെന്നില്ല, ഭഗവാനെ സ്തുതിച്ചാൽ മതി, തന്നെ കിട്ടിക്കൊള്ളും. എത്ര ശക്തിയായിട്ടാണ് പറയാൻ പറ്റുന്നത്. അഖില ശക്തിധരനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ പുരുഷസ്വരൂപനായ ഭഗവാന്റെ മുമ്പിൽ ഞാനിതാ നമസ്കരിക്കുന്നത്. അല്ലെ നമസ്കരിക്കാൻ പറ്റില്ല, അനങ്ങില്ല ശരീരമൊന്നും. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രഫുപ്താം സംജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാംശഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അഖിലശക്തിധരഃ യഃ അന്തഃപ്രവിശ്യ പ്രസുപ്താം ഇമാം മമ വാചം അന്യാൻ ഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ സ്വധാംന സംജീവയതി പുരുഷായ ഭഗവതേ തുഭ്യം നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സംജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാംശഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഏകസ്ത്വമേവ ഭഗവന്നിദമാത്മശക്ത്യാം മായഖ്യോരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ട്വാനുവിശ്യ പുരുഷസ്തദസദ്ഗുണേഷു നാനേവദാരുഷു വിഭാവസുവത് വിഭാസി. ഏകഹത്വമേവ, അങ്ങൊരാൾ മാത്രമാണ് ഭഗവൻ. സംബോധനയാണ്, ഹേ ഭഗവൻ, ഇതം ആത്മശക്തിയാണ്. ഈ ആത്മശക്തി കൊണ്ട് മായാഖ്യ ഒരു ഗുണയ, മായ എന്നു പേരുള്ള ശക്തിമത്തായ ഗുണത്താൽ മഹദാദി അശേഷം, മായ എന്നു പേരുള്ള തൻ്റെ ആത്മശക്തി കൊണ്ട് മഹദാദികളായ ഈ തത്വത്തെ മുഴുവനും സകലതിനെയും മഹദാദി അശേഷം ഇതം,
ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ട് അനുവിശ്യ അതിൽ പ്രവേശിച്ചിട്ട് പുരുഷനായിത്തീരുന്നു. ഇത് പുരത്തിൽ ശയിക്കുന്ന പുരുഷനായിത്തീരുന്നു. രാജേഷൻ. ഇല്ല. ദേവഭാരതമുണ്ടോ? അതിന് കിട്ടുമോ? എന്നാ എടുത്തു. അത് 9 മണിയാകുമ്പോൾ ഇവിടെ വരികയല്ലേ? അത് മതി, ഒരു കുഴപ്പമില്ല. എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ വേണേ പോരാ അവിടുന്ന്. ദീപുവിനും വേണം എന്താ? ദീപു 4 മണിക്ക് പോരുക പതിവ്. ഞാനിപ്പോൾ ക്ലാസ്സിലാണ്, കഴിഞ്ഞിട്ട് ഒന്ന് ചോദിച്ചിട്ട് വേണേ 2 പേർക്ക് എടുത്തോ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എടുത്തോ ചോദിച്ചാൽ. ശരി. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്തിയാമായാക്ഷയോ ഒരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ട്വാനുവിശ്യ പുരുഷസ്തദഫദ്ഗുണേഷു തത് അഫദ്ഗുണേഷു അഫത്തായ നശ്വരങ്ങളായ ഗുണങ്ങളിൽ തദഫദ്ഗുണേഷു നാനേവ പലതായി ദാരുഷു വിഭാവഫുവത് വിഭാവി വിറകിൽ അഗ്നിയെപ്പോലെ ശോഭിക്കും. ദാരുഷു വിറകുകളിൽ വിഭാവഫുവത് വിഭാവി വിഭാവഫു അഗ്നി വിഭാവഫുവത് അഗ്നിയെപ്പോലെ വിഭാഫി ശോഭിക്കും. വിഭാവഫുവദ് വിഭാഫി അത് വായിച്ചു വരുമ്പോൾ ആകപ്പാടൊക്കെ 2 പദമാക്കി പ്രത്യേകം ഉച്ചരിച്ച് പഠിച്ചിട്ട് ഒന്നാക്കിക്കോളും. വിഭാവഫുവത് വിഭാഫി 2 പ്രാവശ്യം പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കണം. അപ്പൊ വിഭാവഫുവത് വിഭാഫി എന്ന് കിട്ടും. വിഭാഫി ശോഭിക്കുന്നു. വിഭാവഫുവത് അഗ്നിയെപ്പോലെ നാനായിവ പലതായി തന്നെ എന്ത് ചെയ്യുന്നു? ശോഭിക്കുന്നു. മായയ്ക്ക് സത്വരജസ്തമസുകൾ എന്ന 3 ഗുണങ്ങളുണ്ട്, നമുക്കറിയാം. അത് അങ്ങയുടെ ശക്തി കൊണ്ട് അങ്ങ് മഹത്തത്വാദികളായ ഈ സകലത് തുടങ്ങിയ ലോകത്തെ സൃഷ്ടിച്ചു. പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യം അങ്ങയുടെ ഇച്ഛയിൽ നിന്ന് കാലം, കാലത്തിൽ നിന്ന് മഹത്ത്, മഹത്തിൽ നിന്ന് എന്താണ് ഈ പ്രകൃതി അല്ലെങ്കിൽ മായ, അതിൽ നിന്ന് ത്രിഗുണങ്ങൾ, ഇങ്ങനെയാണ് സൃഷ്ടി വരിക. അപ്പം അങ്ങയുടെ ഈ സൃഷ്ടി ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് അതിലേക്ക് അങ്ങ് പ്രവേശിച്ചു. എന്നിട്ട് നശ്വരങ്ങളായ ഈ ഗുണകാര്യങ്ങൾ ആയ ശരീരത്തിൽ അങ്ങ് പ്രവേശിച്ചു. ഓരോ പുരത്തിലും അങ്ങ് പ്രവേശിച്ചു. ഈ പുരത്തിലിരിക്കുന്ന ശരീരത്തിലുള്ള ശരീരവും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും ജീവനും നശ്വരമാണ്. അതിലേക്കാണ് ആര് പ്രവേശിച്ചത്? അങ്ങ് പ്രവേശിച്ചത്. അങ്ങനെയുള്ള അവയിൽ പ്രവേശിച്ചിട്ട് ജീവഭാവേന പ്രവേശിച്ചിട്ട് പുരുഷൻ എന്ന പേരും സ്വീകരിച്ചു. ഈ ഏകനാണെങ്കിലും അങ്ങെന്തായി തീർന്നു? നാനാവിധത്തിലായി. അങ്ങൊന്നേ ഉള്ളൂ, പക്ഷെ കോടിക്കണക്കിന് ജീവജാലങ്ങൾ പ്രവേശിച്ചപ്പോൾ നാനാരൂപത്തിലായി. അങ്ങനെ നാനാവിധത്തിലുള്ള ആകൃതികളോട് കൂടി അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ അഗ്നി എന്താ ചെയ്യുക? അഗ്നി എത്ര വിറകുകളിലാണ് ഇത് കത്തി വരുന്നേ? ഏത് ആകൃതിയിലിരുന്നാലും ആര് ചെയ്യും? അഗ്നി കയറി കത്തും. ഇന്ന ആകൃതിയാണ് കത്തില്ല എന്നില്ല. വളഞ്ഞിരിക്കുന്നത് ഒരു സാമ്പ്രാണി തിരിയുടെ അറ്റത്ത്, ഒരു വിളക്കിൻ്റെ തിരിയുടെ അറ്റത്ത്, ഒരു വലിയ വിറക് കമ്പില്, എവിടേക്കായത് കത്തുക? ഇതേപോലെ നാനായിവ പലതായിട്ട് വിഭാവസുവത് വിഭാതി അഗ്നിയെപ്പോലെ അങ്ങ് ശോഭിക്കുന്നു. കാരണം പല പല വിറകുകളിൽ അഗ്നി അതിൻ്റെ ആകൃതി സ്വീകരിച്ചാൽ നിൽക്കുക. സാമ്പ്രാണിത്തിരിയുടെ അറ്റത്താണെങ്കിൽ എന്താണ്? ഒരു ചെറിയ തീപ്പരി പോലെ കാണത്തുള്ളൂ.
ഒരു വിളക്കത്തിരിയുടെ അറ്റത്താണെങ്കിലോ ഒരു നാമ്പ് പോലെ ഇരിക്കും. ഒരു വിറകയിലാണെങ്കിലോ ആ വിറകിന്റെ ആകൃതി എടുക്കും. ഏതിൽ അഗ്നി പ്രവേശിക്കുന്നോ അഗ്നി ആകൃതി, കാരണം അഗ്നിക്ക് പ്രത്യേക ആകൃതിയില്ല. അഗ്നി ഒന്നേ ഉള്ളൂ. ഒന്നായ അഗ്നി എന്താണ്? എത്ര തരത്തിൽ കാണും? വിളക്കിലെ അഗ്നി, അടുപ്പിലെ അഗ്നി, ശ്മശാനത്തിലെ അഗ്നി, അല്ലേ, കാട്ടിലെ അഗ്നി, എത്ര തരത്തിലാണ് കാണുന്നത്? ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? പക്ഷെ എന്ത് ചെയ്യും? പലതരത്തിൽ കാണും. വെറും 5 വയസ്സുള്ള കുട്ടിയാണ് സ്തുതിക്കുന്നത് ഓർക്കണം. ഇങ്ങനെ അങ്ങ് ഏകനാണെങ്കിലും ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ അങ്ങ് പ്രവേശിച്ച് അവയൊക്കെ ചൈതന്യവത്താക്കി പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നമുക്കൊന്നും പറ്റാണ്ടാവില്ല. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണോ ഈ ജന്മം തന്നത്, നമ്മളെ കൊണ്ട് സ്തുതിപ്പിക്കുന്നത്? ഇതൊക്കെ ഒന്നുമല്ല. നേരത്തെ ആരും അപേക്ഷ കൊടുത്ത് കിട്ടിയല്ലോ ഈ ജന്മം. എനിക്ക് ഇന്നടത്ത് ഇന്നാരായിട്ട് ആയിട്ട് ആയിട്ട് എന്താണ് ഒരു ജന്മം തരണമെന്ന് ആരും നേരത്തെ ആർക്കും ആപ്ലിക്കേഷൻ കൊടുത്തൊന്നുമല്ല. യാദൃശ്യമായിട്ട് ഇങ്ങനെ ജനിച്ചു. ആരാവശ്യപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല. ഞാൻ ആവശ്യപ്പെട്ടോ അതും അറിയില്ല. ജനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്തു? അവിടുന്ന് തന്നു. ഇത് ഞാൻ ആവശ്യപ്പെട്ടില്ല. ഇതെല്ലാം തന്ന് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും വിറകിൽ അഗ്നി പോലെ ജ്വലിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. അവൾ ധ്രുവൻ പറയാം. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്തിയാം മായാക്ഷയോ ഒരു ഗുണയാ മഹദദ്യശേഷം സൃഷ്ട്വാനുവിശ്യ പുരുഷസ്തദഫദ്ഗുണേഷു നാനേവദാരുഷു വിഭാവസുവദ്വിഭാഫി. ഹേ ഭഗവൻ, ഏകഹത്വം ഒരു ഗുണയ മായക്ഷയ ആത്മശക്തിയ മഹദാദി ഇദം സൃഷ്ട്വാ അനുവിശ്യ പുരുഷഃ അഫദ്ഗുണേഷു ദാരുഷു വിഭാവസുവത് നാനായിവ വിഭാവി. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്തിയാം മായാഖ്യോ ഒരു ഗുണയാ മഹദദ്യശേഷം സൃഷ്ട്വാ അനുവിശ്യ പുരുഷസ്തദഫദ്ഗുണേഷു നാനേവദാരുഷു വിഭാവസുവത് വിഭാവി. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്തിയാം മായാഖ്യോ ഒരു ഗുണയാ മഹദദ്യശേഷം സൃഷ്ട്വാ അനുവിശ്യ പുരുഷസ്തദഫദ്ഗുണേഷു നാനേവദാരുഷു വിഭാവസുവത് വിഭാവി. ത്വദ്ദത്തയാ വയുനയേതമശിഷ്ടവിശ്വം സുപ്തപ്രബുദ്ധൈവ നാഥ ഭവത്പ്രപന്നം തസ്യാപവർഗ്യശരണം തവ പാദമൂലം വിസ്മജ്യതേ കൃതവിദാം കഥമർത്ഥബന്ധോ. ത്വദ്ദത്തയാ അങ്ങയാൽ നൽകപ്പെട്ട വയുന ജ്ഞാനശക്തി. വയു എന്ന ജ്ഞാനശക്തിയാണ്. വയുന ജ്ഞാനശക്തി കൊണ്ടാക്കി. ത്വദ്ദത്തയാ വയുനയ അങ്ങ് നൽകപ്പെട്ട ജ്ഞാനശക്തി കൊണ്ട് ഇതം വിശ്വം അചഷ്ട, ഈ വിശ്വത്തെ സൃഷ്ടിച്ചു. അചഷ്ട സൃഷ്ടിച്ചു. ത്വദ്ദത്തയാ വയുനയാ ഇതം അചഷ്ട വിശ്വം. ബ്രഹ്മാവിന് അങ്ങ് കൊടുത്ത ജ്ഞാനശക്തി കൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നത്. ബ്രഹ്മാവിനോട് സൃഷ്ടിച്ചോളാൻ പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, എങ്ങനെയാ സൃഷ്ടിക്കുന്നത് എനിക്കറിയാൻ മേലല്ലോ. എന്താണ്, കോടിക്കണക്കിന് വസ്തുക്കൾ ഇരിപ്പുണ്ട്, ഏതൊക്കെ തമ്മിൽ കൂട്ടിച്ചേർത്ത ഏതൊക്കെ ഉണ്ടാവും, എങ്ങനെ അറിയുക? ഇതൊന്ന് പറഞ്ഞു തരണേ എനിക്ക്. അഗ്നിയും ജലവും ഭൂമിയും വായുവും കൂട്ടിച്ചേർത്തോളൂ, ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ജീവൻ ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലല്ലേ അറിയൂ. ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവയെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ജീവൻ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അങ്ങനെ തൗഫീദ് ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ ഭഗവാൻ കാണിച്ചു കൊടുത്തു, ഇതൊക്കെ തമ്മിൽ കൂട്ടിച്ചേർത്തോളൂ എന്നല്ല, ഈ കൂട്ടിച്ചേർക്കാനുള്ള വിവേകം, അറിവ് ഉണ്ടാക്കി കൊടുത്തു. ഇത് കിട്ടിയപ്പോൾ പിന്നെ ബ്രഹ്മാവിന് എളുപ്പമായി. പിന്നെ ആരോടും ഒന്നും ചോദിക്കില്ല, സൃഷ്ടിയായിരുന്നു. പക്ഷെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു വരം കൂടെ ചോദിച്ചു.
ഞാൻ സൃഷ്ടിക്കുന്ന ഒരു വസ്തുവിനോടും എനിക്കൊരു ബന്ധം, ബാധ്യത, കടപ്പാട് ഉണ്ടാവരുത്. ഉണ്ടായ പോയില്ലേ. എത്രയാ സൃഷ്ടിക്കുന്നത്? നമ്മളെ പോലെ ഒന്നും രണ്ടും മൂന്നൊന്നുമല്ല, കോടിക്കണക്കിന് ജീവജാലങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് ഒരാളെ ഉണ്ടെങ്കിലും ആ സൃഷ്ടിച്ച വസ്തുവിനുള്ള കടപ്പാട് അതുകൊണ്ട് ജീവിതം മുഴുവൻ കളയാണ്. ഇങ്ങനെ ബ്രഹ്മാവ് ഇവരൊക്കെ എൻ്റെ മക്കളാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ മക്കളാണെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും പിന്നെ? അതുകൊണ്ട് ആ ഒരു ഭാവത്തെ മാറ്റാനുള്ള ഒരു ശക്തിയും കൂടെ തരണം. ഓ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് നമുക്ക് ഈ 2 വരം മേടിച്ചിട്ടാണ് സൃഷ്ടി ആരംഭിച്ചത്. നമ്മളാരും ഒരു വരവും ചോദിക്കാറില്ല, നമുക്ക് തോന്നുമ്പോൾ സൃഷ്ടിക്കും. അതുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ച ഒരു വസ്തുവിനോട് നമുക്ക് ബന്ധത്തെ മാറ്റാൻ പറ്റില്ല. 10 വയസ്സായാലും 15 20 30 40 ഈ ബന്ധം അല്ലെങ്കിൽ ഈ സ്നേഹവാത്സല്യത്തെ മാറ്റാൻ പറ്റില്ല. അയ്യോ, എൻ്റെ മകൻ എൻ്റെ മകൻ എന്ന് ഓരോ നിമിഷവും തോന്നിക്കൊണ്ടിരിക്കും. അതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ കഴിയും 5 മിനിറ്റോടെ. ത്വദ്ദത്തയാ വയുനയേത മചഷ്ട വിശ്വം. അങ്ങ് നൽകിയ ജ്ഞാനം കൊണ്ടാണ് ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. സുപ്തപ്രബുദ്ധൈവനാഥ ഭവത്പ്രപന്നാം. ഉറങ്ങി ഉണർന്നവനെ പോലെ. സുപ്തപ്രബുദ്ധൻ, ഉറങ്ങി ഉണർന്നവനെ പോലെ. നാഥ ഭവത്പ്രപന്ന. ഹേ നാഥ, അങ്ങയെ പ്രാപിച്ച ആ ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സുപ്തപ്രബുദ്ധൈവ. ഉറങ്ങുന്നവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ പഴയ പോലെയൊക്കെയാവും. കട്ടിലെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണ്, ഒന്നും അറിയുന്നില്ല, പരമസുഖമായിട്ട് ഉറങ്ങി. ഉണർന്നപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കട്ടിലാണ് കിടക്കുന്നത്, പതിച്ചിട്ടുണ്ട്, ഈ മുറിയിലാണ്, ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, ഈ വാതിലടച്ചിട്ടുണ്ട്, ലൈറ്റ് ഇതിനകത്തില്ല. ഇതൊക്കെ ഉണരുമ്പോഴല്ലേ അറിയൂ. ഇതെല്ലാം കണ്ടാ ഉറങ്ങിയത്, പിന്നൊന്നുമില്ല. പുത്തൻ പ്രബുദ്ധനാകുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയുന്നത് പോലെയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും അങ്ങ് ഉള്ളിൽ ഉറക്കി കിടത്തിയില്ല. ഉണർന്നപ്പോൾ ഇതിനെല്ലാം വീണ്ടും പഴയ പോലെ തിരിച്ചു. തസ്യ അപവർഗ്യ ശരണം തവ പാദമൂലം. തസ്യ ആപവർഗ്യ ശരണം. അപവർഗ്യന്മാർക്ക് ശരണമാണ്, മുമുക്ഷുക്കൾക്ക് ആശ്രയമാണ്. അപവർഗം മോക്ഷം, ആപവർഗ്യം മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്ക് ശരണമാണ്, ആശ്രയമാണ്. തവ പാദമൂലം, അങ്ങയുടെ പാദമൂലം ആശ്രയമാണ്. വിസ്മജ്യതേ, എങ്ങനെ അത് മറക്കും? കൃതവിത കഥമർത്ഥ ബന്ധോ. കൃതവിത്ത് എന്ന കൃതജ്ഞൻ. ചെയ്തത് അറിയുന്നവനാണ് കൃതവിത്ത്. കൃതം ജാനാതീതി കൃതജ്ഞ. ചെയ്തത് അറിയുന്നവനാണ് കൃതജ്ഞത അല്ലെങ്കിൽ കൃതജ്ഞൻ. അതിന് പകരം ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് കൃതവിത്ത്. കൃതവിത, കൃതവിത്തിനാൽ ഇത് കൃതജ്ഞതയുള്ള ഒരാൾ ഇത് സ്മരിക്കും, ഇത് മറന്നു പോകാന്ന് ചോദിച്ചു. അങ്ങയുടെ ശക്തി കൊണ്ടാണ് ഉറങ്ങി ഉണർന്നവനെ പോലെ ബ്രഹ്മാവി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് അങ്ങയോട് കൃതജ്ഞതയുള്ള ഒരാളും മറക്കില്ല. മറക്കുന്നെങ്കിൽ കൃതജ്ഞതയില്ല, കൃതജ്ഞനാണെന്നർത്ഥം. ഇതൊക്കെ തന്നതാരാണ്? നമ്മളാരും അല്ലല്ലോ. ഈ ജന്മം തന്നു, ഈ ഭൂമിയിൽ ഒരു ഭാഗം തന്നു, വീട് തന്നു, ജോലി തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു, ഭർത്താവിനെ തന്നു, അച്ഛനെ തന്നു, അമ്മയെ തന്നു, ഇല്ലേ? കഴിക്കാൻ എല്ലാ നേരവും ഭക്ഷണ വസ്തുക്കളൊക്കെ തന്നു. ഇതൊക്കെ നമ്മളാരെങ്കിലും ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. ഉറങ്ങി ഉണർന്നപ്പോൾ നമ്മളിതൊക്കെ അനുഭവിച്ചു. ഇത് കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ഉറങ്ങും. ഇതൊന്നും അറിയില്ല. ഇത്ര വലിയ ശക്തി വൈഭവം ഉള്ളവനായ അങ്ങയെക്കുറിച്ച് ഒരു നിമിഷം കൃതജ്ഞത തോന്നണ്ടേ നമുക്കൊക്കെ? നമുക്കൊരു കൃതജ്ഞതയില്ല. ആരോട്? അങ്ങയോട്. നമ്മൾ കൃതജ്ഞന്മാരാണ്.
കൃതജ്ഞതയുള്ള ഒരാളും അങ്ങേ മറക്കില്ല. മറക്കുന്നവനും കൃതജ്ഞതയില്ല. കഥം എങ്ങനെ മറക്കും? ആർത്തബന്ധോ, ദുഃഖിതന്മാർക്ക് ബന്ധുവായിരിക്കുന്ന ഹേ ഭഗവൻ, അങ്ങ് തന്ന ഈ വിഭൂതികൾ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ബ്രഹ്മാവ് മുതൽ ആരും, ബ്രഹ്മാവിന് അങ്ങേ മറക്കാൻ പറ്റില്ലല്ലോ. സൃഷ്ടിക്കാനുള്ള അറിവും പ്രചോദനവും ഉണ്ടാക്കി കൊടുത്ത് ആരാണ്? അങ്ങാണ്. ഞങ്ങൾക്കും ഈ തന്ന വസ്തുക്കളൊക്കെ ബ്രഹ്മാവ് ചോദിച്ചില്ല, ഞങ്ങൾ ചോദിക്കാതെ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ബ്രഹ്മാവിനേക്കാൾ കൂടുതൽ കൃതജ്ഞത നമുക്ക് ആരോടുണ്ടാകണം? ഭഗവാനോട് ഉണ്ടാവണം. ഒരു ദിവസവും ഒരിക്കലും മറക്കാതെ ഭഗവാനെ സ്മരിക്കാൻ, ഉച്ചരിക്കാൻ നമുക്ക് കഴിയണം എന്ന് ഈ 5 വയസ്സുള്ള കുട്ടിയാണ് നമുക്ക് പറഞ്ഞു തരിക. സ്വന്തം അനുഭവത്തിലൂടെ പറഞ്ഞു തരുന്ന ത്വദ്ദത്തയാ വയുനയേദമചഷ്ടവിശ്വം സുപ്തപ്രബുദ്ധൈവ നാഥ ഭവത്പ്രപന്നാം തസ്യാപവർഗ്യശരണം തവ പാദമൂലം വിസ്മജ്യതേ കതവിദാം കഥമാർത്തബന്ധോ. ഹേ നാഥ, ഭവത്പ്രപന്നഃ ത്വദ്ദത്തയാ വയുനയാ സുപ്തപ്രബുദ്ധൈവ ഇദം വിശ്വം അചഷ്ടം തസ്യ തവ ആപവർഗ്യശരണം പാദമൂലം ആർത്തബന്ധോ കൃതവിദാ കഥം വിസ്മര്യതേ. ത്വദ്ദത്തയാ വയുനയേദമചഷ്ടവിശ്വം സുപ്തപ്രബുദ്ധൈവ നാഥ ഭവത്പ്രപന്നാം തസ്യ ആപവർഗ്യശരണം തവ പാദമൂലം വിസ്മജ്യതേ കതവിദാ കഥമാർത്തബന്ധോ. ത്വദ്ദത്തയാ വയുനയേദമചഷ്ടവിശ്വം സുപ്തപ്രബുദ്ധൈവ നാഥ ഭവത്പ്രപന്നാ തസ്യ അപവർഗ്യശരണം തവ പാദമൂലം വിസ്മജ്യതേ കതവിദാ കഥമാർത്തബന്ധോ. ത്വദ്ദത്തയാ വയുനയേദമചഷ്ടവിശ്വം സുപ്തപ്രബുദ്ധൈവ നാഥ ഭവത്പ്രപന്നാം തസ്യ അപവർഗ്യശരണം തവ പാദമൂലം വിസ്മജ്യതേ കതവിദാ കഥമാർത്തബന്ധോ. ഇത് സാധാരണ സ്ഥിതിയേക്കാൾ ഇതിന് വൈശിഷ്ട്യം വരുന്ന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചുകുട്ടിയുടെ വാക്കുകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സ്തുതി വരുന്നത്. ആ സ്തുതിയുടെ ഭാഗം നമുക്ക് എളുപ്പം തീർക്കാൻ പറ്റില്ല, നമുക്ക് ഇത്തിരി സമയം എടുക്കും. അത് മറ്റേ കഥയുടെ ഭാഗം വെറുതെ കഥ പറഞ്ഞു വിടാം, ശ്ലോകം വായിച്ച് അർത്ഥം പറഞ്ഞ് വിട്ടാൽ മതി. ഇതങ്ങനെ പറ്റാത്തതുകൊണ്ട് നമുക്കൊന്ന് 8 ശ്ലോകേ തീരാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. സ്തുതി വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഇത്തിരി നമുക്ക് വിസ്തരിച്ച് ഇതൊക്കെ പോകേണ്ടി വരുന്നത്. ഇത്രയും പറയാതിരുന്നാൽ എല്ലാവർക്കും ഉൾക്കൊള്ളുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇത്തിരി നീണ്ടു പോകുന്നത് എന്നേ ഉള്ളൂ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ആകാം. ഇന്നിപ്പോൾ സംഹരിക്കാം. സംശയം ഉണ്ടെങ്കിൽ അതിന് ശേഷം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.